ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെയും അവരുടെ IT കമ്പനിയായ എക്സാലോജിക്കിനെയും മുൻനിർത്തി കേന്ദ്ര ഏജൻസികളും വലതുപക്ഷ മാധ്യമങ്ങളും ചമച്ച അഴിമതി കഥകളുടെ ചീട്ടുകൊട്ടാരം പൂർണ്ണമായും പൊളിയുകയാണ്. CMRL കമ്പനിയുമായി നിയമാനുസൃതമായി ഉണ്ടാക്കിയ ആനുവൽ മെയിന്റനൻസ് കരാറിന്റെ ഭാഗമായി ലഭിച്ച 1.72 കോടി രൂപയ്ക്ക് കൃത്യമായി GST, സർവീസ് ടാക്സ്, ഇൻകം ടാക്സ് എന്നിവ വീണ വിജയൻ അടച്ചിട്ടുണ്ടെന്ന വ്യക്തമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇതോടെ EDയും SFIOയും ഉയർത്തുന്ന പുകമറകൾ കോടതിയിൽ പൂർണ്ണമായും പൊളിഞ്ഞു വീഴുമെന്ന് ഉറപ്പായി. ഇലക്ടറൽ ബോണ്ട് അഴിമതിയിലും PM കെയേഴ്സ് ഫണ്ട് വിവാദത്തിലും മുഖം വികൃതമായ BJPക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിരോധിക്കാൻ കിട്ടിയ താൽക്കാലിക ആയുധം മാത്രമാണ് ഈ വിവാദമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി കഴിഞ്ഞു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിനും എത്രയോ മുൻപ് വെറും പാർട്ടി സെക്രട്ടറി മാത്രമായിരുന്ന 2014 വീണ വിജയൻ ബാംഗ്ലൂർ ആസ്ഥാനമായി സ്വന്തം നിലയിൽ IT സംരംഭം ആരംഭിക്കുന്നത്. അതിനായി തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഓറക്കിൾ അടക്കമുള്ള പ്രമുഖ കമ്പനികളിലെ തന്റെ മുൻകാല സേവന സമ്പാദ്യവും അമ്മ കമല ടീച്ചർക്ക് സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച PF ഗ്രാറ്റുവിറ്റി തുകയുമാണ് മൂലധനമായി ഉപയോഗിച്ചത്. 2017 വീണ നിയമപരമായി വിവാഹമോചനം നേടിയ ശേഷം ഒരു സിംഗിൾ മദർ എന്ന നിലയിൽ സ്വന്തം കാലിൽ നിൽക്കാനും അതിജീവനത്തിനുമായി നടത്തിയ പോരാട്ടമായിരുന്നു ആ IT കമ്പനി. CMRL അടക്കമുള്ള കമ്പനികളിൽ നിന്ന് വ്യക്തമായ കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് എക്സാലോജിക്കിന് പ്രൊജക്ടുകൾ ലഭിച്ചത്. കോവിഡ് ലോക്ക്ഡൌണിന് ശേഷം 2020 മന്ത്രി PM മുഹമ്മദ് റിയാസുമായുള്ള പുനർവിവാഹത്തിന് ശേഷമാണ് വീണ പൂർണ്ണമായും തിരുവനന്തപുരത്തേക്ക് മാറുന്നതും തുടർന്ന് 2023 ജനുവരിയിൽ കമ്പനി നിയമത്തിലെ സെക്ഷൻ 455 പ്രകാരം കമ്പനിയുടെ പ്രവർത്തനം നിയമപരമായി അവസാനിപ്പിക്കുന്നത്. ഒരു സ്ത്രീ സ്വന്തം അധ്വാനം കൊണ്ട് കെട്ടിപ്പടുത്ത നിയമവിധേയമായ ബിസിനസ് സംരംഭത്തെയാണ് രാഷ്ട്രീയ പകപോക്കലിനായി മാധ്യമങ്ങൾ വേട്ടമൃഗമാക്കിയത്. നിയമപരമായി നടന്ന ബിസിനസ് ഇടപാടുകളെ മാസപ്പടി എന്ന് വിളിച്ച് ആദ്യമായി വ്യാജ വാർത്ത ചമച്ചത് റബ്ബർ കർഷകരെ വഞ്ചിച്ചതിന് 720 കോടി രൂപ പിഴയൊടുക്കേണ്ടി വന്ന MRF കമ്പനിയുടെ സ്വന്തം മനോരമ പത്രമാണ്. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മാധ്യമങ്ങൾ സൃഷ്ടിച്ച ഈ പുകമറ പ്രതിപക്ഷമായ കോൺഗ്രസ് ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ ഇവിടെയാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം ഒളിഞ്ഞിരിക്കുന്നത്. CMRL കമ്പനിയിൽ നിന്ന് വിവിധ മാധ്യമ ഉടമകളും മാധ്യമ പ്രവർത്തകരും കൈപ്പറ്റിയത് 20 കോടി രൂപയ്ക്ക് മുകളിലാണെന്ന വ്യക്തമായ രേഖകൾ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ഇവരാണ് സ്വന്തം അഴിമതി മറച്ചുവെക്കാൻ വീണ വിജയനെതിരെ മുൻനിരയിൽ നിന്ന് കല്ലെറിയുന്നത്. പിണറായി വിജയനെ തോണ്ടാൻ വേണ്ടി കേന്ദ്ര ഏജൻസികളായ EDക്കും ആദായ നികുതി വകുപ്പിനും ജയ് വിളിച്ചു നടന്ന കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 8ന്റെയല്ല 16ന്റെ പണിയാണ്. വീണ വിജയനെ വേട്ടയാടാൻ കേന്ദ്രത്തിന് പരവതാനി വിരിച്ച കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച കേന്ദ്ര ഏജൻസികൾ 1700 കോടി രൂപയാണ് പിഴ ഇനത്തിൽ അടയ്ക്കാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നാരങ്ങാ വെള്ളം കുടിക്കാൻ പോലും കാശില്ലാത്ത കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ നിലവിളിക്കുകയാണ്. വീണ വിജയനെ വേട്ടയാടാൻ കേന്ദ്രത്തിന് പരവതാനി വിരിച്ച കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച കേന്ദ്ര ഏജൻസികൾ 1700 കോടി രൂപയാണ് പിഴയിനത്തിൽ അടയ്ക്കാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. പണ്ടൊക്കെ വിന ചെയ്തവന് കാലം വൈകിയാണ് പണി കൊടുത്തിരുന്നതെങ്കിൽ കേന്ദ്ര ഏജൻസികളെ വിട്ടുകളിപ്പിച്ച കോൺഗ്രസിന് ഓൺ ദി സ്പോട്ടിൽ തന്നെ കേന്ദ്രത്തിൽ നിന്ന് മറുപണി കിട്ടിയെന്നത് കാലത്തിന്റെ കാവ്യനീതിയാണ്.